പരമനാറി. ഇവനെ നാറി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ആമ്പിള്ളാരും ഈ മാതിരിയുള്ള പ്രവൃത്തികൾ ഒരു സ്ത്രീയോട് കാണിച്ചിട്ടില്ല മോനെ. അതായത് ഈ കൊച്ചു കല്യാണം കഴിഞ്ഞ് പോയ ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള കഥകൾ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ദിവസം. കാരണം പറയാൻ ഒരു കാര്യം ഉണ്ടായി. ഇവരുടെ വീട്ടിൽ തള്ളയില്ലായിരുന്നു. തള്ള ഏതോ ആവശ്യത്തിന് പോയി. ഈ പുള്ളി ഇതേപോലെ ഇവിടെ കാർ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭയങ്കര നിലവിളി കേൾക്കുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഇവന് ഇഷ്ടമല്ലെന്ന് ഞാൻ അറിഞ്ഞ ആരും ചെന്ന് കയറുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ കൊച്ചിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേ, പ്രശ്നങ്ങളിലോട്ട് പോയപ്പോൾ ഞാൻ ചോദിച്ചേ, മോളെ എന്തായിരുന്നു നീ ഇന്ന ദിവസം ഇങ്ങനെ കരയുന്ന എന്തിനായിരുന്നെന്ന് ചോദിച്ചു. അന്നേരം ഈ കുഞ്ഞിങ്ങനെ പറയുന്നത്, എന്നെ കൊങ്ങായ്ക്ക് പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തിയിട്ട് നാവിക്ക് ചവിട്ടിയെന്ന്, ഷൂ ഇട്ടുകൊണ്ട് ചവിട്ടിയെന്ന്. വൃത്തികെട്ടവൻ. അപ്പൊ ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്തപ്പോഴാണ് കരഞ്ഞെന്നാ അത് എന്നോട് പിന്നെ അന്നേരം ഞാൻ ഇത് മുമ്പേ നിന്നെ ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അന്നേരമാണ് ഞാൻ ചോദിക്കുന്നത്. അന്നേരമാണ് ഇവിടെ ഫസ്റ്റ് നൈറ്റ് തൊട്ടുള്ള കഥകൾ ഈ കൊച്ചിങ്ങനെ വിളമ്പുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരുന്നത്. അമ്മേ ഇന്നതുപോലെ ആയിരുന്നു, പിന്നെ എന്നെ അവിടെ കല്യാണം കഴിഞ്ഞ് കൊണ്ട് കാറിൽ കയറിയപ്പോൾ തന്നെ ഇവൻ കാറിൽ സീറ്റിൽ ഇരുന്നിട്ട് ചോദിക്കും, മാല ഇടാൻ കയറിയപ്പോഴും മദ്യപിച്ചിട്ടാ ചെന്ന് മാലയിടിയിൽ നടത്തിയെന്ന്. എന്നിട്ട് അത് പറയുന്ന അത് ഫസ്റ്റിൽ പറഞ്ഞിട്ട് പറഞ്ഞ അവിടെ ചെന്ന ഉടനെ എന്നെ പറഞ്ഞെന്ന്, ദേഹത്ത് നീ എത്ര പവൻ്റെ സ്വർണ്ണം ഉണ്ടെന്ന് ഈ കൊച്ചിനോട് ചോദിച്ചെന്ന്. എന്നിട്ട് കൊച്ചു പറഞ്ഞെന്ന് 49 പവൻ്റെ സ്വർണ്ണം ഉണ്ടെന്ന് ഇവന് കൊടുത്തേ ഉൾപ്പെടെ. അന്നേരം ഈ കാര്യം കൊച്ചെന്നോട് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ സ്ത്രീധനം മോഹിച്ചാണ് അവൻ നിന്നെ കെട്ടിയത്, അവന് ഇതൊന്നും പോരായിരുന്നു, അവൻ്റെ ബന്ധു ആരാണ്ട് ഒരാൾ കൂട്ടത്തിൽ അങ്ങോട്ട് 101 പവൻ്റെ സ്വർണം മേടിച്ച് കല്യാണം കഴിച്ച്, അതുകൊണ്ട് ഇവന് അന്ന് തൊട്ടേ ഈ കുഞ്ഞിനെ കുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നെന്ന്. പിന്നെ പ്രസവം കഴിഞ്ഞപ്പം ഈ കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ ഇവൻ ഇറങ്ങി ഓടി. ആ കുഞ്ഞിനെ കൈകൊണ്ട് പോലും പിന്നെ തൊട്ടിട്ടില്ല എന്ന് അവള് പറയുന്നു, സ്വന്തം മകളെ. എന്നിട്ട് AC ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞിനെ കൊല്ലാൻ വരെ വന്ന് പ്രസവിച്ചെന്നിട്ട് വിളിച്ചോണ്ട് പോയപ്പോൾ ഫുൾ AC ഇട്ടിട്ട് ഈ കുഞ്ഞിനെ ഇവളെയും കൂടെ തണുപ്പത്തിരുത്തി കൊടി കുഞ്ഞിനെ വരെ അതുവരെ ഇവൻ ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴെങ്കിൽ ഇതൊക്കെ ഇവിടെ ഇരുന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അത്രയും ക്രൂരത വരെ ഈ കുഞ്ഞിന് അന്ന് തൊട്ട് ഈ കുഞ്ഞിനെ ശരിക്കും മർദ്ദനമാണ് ഇവനെ മർദ്ദിക്കുവാണ്. അപ്പൊ ഈ പിണങ്ങി വന്ന് ഇന്നപ്പോ ഈ കുഞ്ഞെല്ലാം പറയുന്നുണ്ട്. മർദ്ദിക്കുന്ന കാര്യങ്ങളും എടുത്തിട്ട് ഇവനെ കണ്ടമാനം ഇവനങ്ങ് ഉപദ്രവിക്കുക, സാധാ രീതിയിലല്ല ഉപദ്രവിക്കുന്നതെന്ന്, മരിക്കത്തക്ക രീതിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോഴിവർ കേസ് കൊടുത്തത്. അന്ന് കുഞ്ഞിന് 2-1.5 വയസ്സങ്ങാണ്ടേ ഉള്ളു ഈ പെൺകുഞ്ഞിന്. കേസ് കൊടുത്തപ്പോൾ ഞാൻ കാല് പിടിച്ച് കുഞ്ഞിൻ്റെ അടുക്ക ചെന്ന്, മോളെ നിന്നി പോകല്ലേ, നിന്നെ കൊന്നു കളയുവേ അവൻ, ഇനി പോകല്ലേ എന്ന് പറഞ്ഞു. അന്നേരം ഇവള് പറയുന്ന കേൾക്കണോ, തള്ള പറയേ, ഇയാളൊന്ന് പറ. ഞാൻ എൻ്റെ മോള് ജോലിയുള്ളതാ, കൊച്ചു ശാസ്താംകോട്ടെ വർക്ക് ചെയ്യുന്നത്, അവള് വന്ന് വിളിക്കുക. കഥ കേട്ടപ്പോൾ ഇവളും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, പൊന്നുമോളെ നീ പോകല്ലേ, ഒരു മനുഷ്യനും സഹിക്കാൻ വയ്യാത്ത പീഡന ഇത് എന്ന് പറഞ്ഞിട്ടും ഈ കൊച്ചു കേട്ടില്ല. അതിന് കോടതി പോയ കേസിൽ ഇവരെല്ലാവരും കൂടെ ഇവൾ ഒറ്റയ്ക്ക് പോയി അവനെ അവളെയും കൂടി ഇരുത്തി സംസാരിപ്പിച്ചെന്ന്. കോടതിയിൽ സംസാരിച്ചപ്പോൾ ഇവനൊരു അടവാ, ഇവൻ കാലേ വീണ് കിടന്ന് കരയും. അങ്ങനെ ഈ കൊച്ചു പോയിട്ട് തനിയെ വന്നപ്പോൾ ഈ കൊച്ചിനങ്ങ് മാറ്റമായി. ഇവിടെ എങ്ങനെ ഇവൻ്റെ കൂടെ പോകാനുള്ളത്. അങ്ങനെ പോകാൻ നേരത്ത് ഞങ്ങൾ പറയുന്നു, നീ പോകല്ലേ മോളെ പറയും. ഞാൻ തുടക്കൊരു തട്ട് കൊടുത്തു, പൊന്നുമോളെ നീ പോകല്ലേടി എന്നും പറഞ്ഞു. എന്നിട്ടും ഇവള് അന്ന് രാത്രി ഭയങ്കരമായ ബഹളം ഉണ്ടാവുന്നു ഇവരുടെ വീട്ടിൽ. വെളുപ്പാങ്കാലത്ത് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പുള്ളി ഇവിടെ നാട്ടിൽ ലീവിന് വന്ന സമയം ഞങ്ങൾ രണ്ടുപേരും ഗേറ്റ് തുറന്ന് അവിടെ ചെന്നപ്പോൾ ഇവർ കിടന്ന് വിളിക്കുക, പപ്പായേ വെവിയമ്മേ ഓടി വായേ എന്നും പറഞ്ഞ് ഇളയ പെണ്ണും ഈ തള്ളയും കൂടെ ചെന്നപ്പോൾ ഒരു എഴുതടി പോലെ 5-6 ആണുങ്ങൾ ഇവൻ ഈ ഗേറ്റിനിടയ്ക്ക് എനിക്ക് എപ്പോഴത്തെ തെറി ഇവൻ്റെ വായിന്ന് വരുന്നത്. അത് ആരോടും പറയാൻ കൊള്ളാത്ത തെറിയെന്ന് വെച്ചാൽ നമ്മൾ ആര് കേൾക്കട്ടാത്ത വിറ്റീത്ത. അന്നേരം ഞങ്ങളുടെ ആളെ കൊണ്ടിറങ്ങി ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താടാ നീ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അത് ഇവളൊരു ബാഗും പിടിച്ച് നിൽക്കുക മതിലി ഇവർക്ക് പോകാനായിട്ട്. അന്നേരം ഞങ്ങൾ പറഞ്ഞ്, നീ ഒരു കാര്യം ഈ പുള്ളി പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പെണ്ണെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നാളെ നിന്റെ ബന്ധുക്കളെയും കൂട്ടി വാ, പിന്നെ അതേ കണക്ക് തന്നെ ഈ ഇവരുടെ ബന്ധുക്കളെയും കൂടെ വിളിച്ച് ഒരു മധ്യസ്ഥതയെ കൊണ്ട് ഈ രാത്രിയിൽ ഈ ചെറുപ്പക്കാരി പെണ്ണിനെ ഈ 7-8 ആണുങ്ങൾ മദ്യവെച്ചിരിക്കുന്നവർ കൂടെ വണ്ടി കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞു. തെക്കുമ്പാൻ പോലീസിനെ ഞങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഇവൻ പോയി. അവസാനം പെണ്ണിനെ നീ അകത്ത് പോകുമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പോലീസിനെ വിളിച്ചാൽ അങ്ങനെ ഇവനങ്ങ് പോയി. രാവിലെ വന്ന് ഇവളുടെ ആൾക്കാരുടെയും ഈ പെണ്ണിൻ്റെ തള്ളയുടെ ആൾക്കാരുടെയും പിന്നെ ഇവിടെ നിന്ന് പുള്ളിയും കൂടെ ചെന്ന് അത് മധ്യസ്ഥതയിലാക്കി എഴുതി ഇവനെ ഒരു പേപ്പറിൽ കൊടുത്തു. പപ്പ ഞാനിനി പുള്ളിയെ പപ്പ എന്നാണ് വിളിക്കുന്നത്, ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് വിളിച്ച് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയും. പിന്നെ കൊണ്ടുപോയി ഇവൻ അന്നൊന്നും അത്ര നല്ല ജോലിയൊന്നും അല്ല, ഇപ്പം ഈയിടയ്ക്ക് ആ ഗൾഫിൽ നല്ല ജോലിയൊക്കെ ആയെന്ന് പറയുന്നു.
അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ അന്ന് തൊട്ടുള്ള ഈ മർദ്ദനങ്ങളാണ് പിന്നെ ഈ നടക്കുന്നത്. ആശ്വസിച്ചിട്ടില്ല. കാണാനും സുന്ദരിയായിരുന്നു. ഇത് തങ്കമായ സ്വഭാവമാണ്. ആർക്കും വഴിയെ പോകാനൊക്കെ വിളിക്കും. അവനങ്ങ് സംശയമായിരുന്നു മോനെ, സംശയവും ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ കൂടെ എടുക്ക പോലും ഒക്കെ സംസാരിക്കാനുള്ള ഇതില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അവർക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം. 10,000 രൂപ വേണമെന്നും പറഞ്ഞ അവള് അവിടെ കിടന്ന് കുഞ്ഞിനെ പഠിപ്പിക്കാനെന്നും പറഞ്ഞു. ഈ മണ്ടിപ്പെണ്ണ് ഇനി കയറി വന്ന് ഈ ഇവിടെ എവിടെയെങ്കിലും നിന്ന് ജോലി ചെയ്തുകൂടായിരുന്നോടാ പൊന്നു മക്കളെ, ഈ വേല ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇവന് ഏറെയാകും ഇപ്പൊ പറയുന്ന മൂത്രം വരെ കുടിപ്പിച്ചെന്നവനാ. എനിക്ക് അതൊക്കെ കേട്ടോ മനസ്സിന് ഇവിടെ വന്നിട്ട് കരഞ്ഞത്. ഒരു മനുഷ്യ കുഞ്ഞ് സഹിക്കേണ്ട സഹനങ്ങളല്ല സഹിച്ചോണ്ട് പോയത്. പ്ലേറ്റ് 4 ദിവസം മുമ്പ് പ്ലേറ്റ് എടുത്ത് തലക്കടിച്ച് 4ആയിട്ട് ആ പ്ലേറ്റ് പൊളന്നു പോയെന്നതല്ല പറയുന്നത്. അപ്പൊ ആ തലക്കൊക്കെ കിട്ടിയ എണ്ണ എന്തുമായിരിക്കും പറയുന്നില്ല. ക്രിസ്തു അനുഭവിച്ചതുപോലുള്ള വേദനയും പീഡനയും ഈ കൊച്ചു അനുഭവിച്ച് മരിച്ചിരിക്കുന്നത്. ഇവൻ കൊന്നതാണോ തിന്നതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇവനെ വിട്ടുപോരുന്നവൻ. ഇനി ഒരു സ്ത്രീക്ക് ഈ അനുഭവം ഉണ്ടായിരുന്നു. അതേ ഞാൻ പറയുള്ളൂ. പ്രണയവിവാഹമല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അത് 17ാമത്തെ വയസ്സിൽ ഏതാണ്ട് +2 പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ട് ആലോചിച്ച് എൻഗേജ്മെൻറ്റ് നടത്തിയതാണ്. അതിനുശേഷം 1 വർഷത്തിന് ശേഷമായിരുന്നു, 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല. ഇവനെ ഏറ്റവും വലിയ ശിക്ഷ, കിട്ടാവുന്നതിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. സ്ത്രീധന പീഡനവും സംശയരോഗവും ഇവൻ സൈക്കോയും ആയിരുന്നു. അതിലെ പൂട്ടിയിട്ടിട്ട്, മുറിയിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു ഇവൻ പുറത്തു പോകുന്നത്. ആരോടും അതിലെ ഇവനുമായിട്ട് വെളിയിൽ പോകുന്ന സമയത്ത് കൂടെ പഠിച്ച ഒരാൾ ഹായ് അതില്ലെന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അതിന് ഉള്ള പീഡനം പിന്നീട് കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സൈക്കോ ആയിരുന്നു. കാണാൻ സുന്ദരി ആയതുകൊണ്ട് തന്നെ അവന് സംശയമായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള നമ്മുടെ ശിക്ഷ നിയമവിധികളൊക്കെ പോരായ്മയാണ്. നമുക്ക് ഇതുപോലെ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വിവഞ്ചികയുടെ നമ്മൾ ആ ഞെട്ടൽ മാറിയിട്ടില്ല. വിവഞ്ചികയും കുഞ്ഞും മരിച്ച ആ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇത് സംഭവിക്കുകയാണ്. അന്നേരം നമുക്ക് ഇവർക്ക് ഒരു ജീവപര്യന്തമോ ഒന്നും കൊടുത്തോണ്ടൊന്നും ഇതൊന്നും മാറാൻ പോകുന്നില്ല. ഇതൊരു തുടർക്കഥകളായിട്ട് നമ്മൾ ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ആഗ്രഹിക്കും ഇനി അടുത്തതുണ്ടാവരുതേ എന്ന്. പക്ഷെ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മാറ്റവും സമൂഹത്തിനുണ്ടാവുന്നില്ല.